നമസ്കാരം, ഗ്രാമ്യ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നാട്ടിക MLA CC മുകുന്ദൻ BJP അംഗത്വം സ്വീകരിച്ചു. നാട്ടികയിൽ നിന്ന് മത്സരിക്കും. ഹിന്ദു ഐക്യവേദി എടത്തിരുത്തി പഞ്ചായത്ത് സമ്മേളനം നടന്നു. മണലൂർ സെന്റ് ഇഗ്നേഷ്യസ് ദേവാലയത്തിലെ വിശുദ്ധ യൗസേപ്പിതാവിന്റെ മരണ തിരുനാളിന് കൊടിയേറി. വാർത്തകൾ വിശദമായി. നാട്ടിക MLA CC മുകുന്ദൻ BJP അംഗത്വം സ്വീകരിച്ചു. BJP പിന്തുണയോടെ നാട്ടികയിൽ മത്സരത്തിനിറങ്ങും. നാട്ടിക സീറ്റിനെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് പാർട്ടിയുമായി അകന്നു നിന്നിരുന്ന CC മുകുന്ദനെ CPI പുറത്താക്കിയിരുന്നു. കോൺഗ്രസ് പിന്തുണയ്ക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. ഇത് അസ്ഥാനത്തായതോടെയാണ് BJPയിൽ ചേർന്ന് മത്സരത്തിനിറങ്ങുന്നത്. ആം ആദ്മി പാർട്ടി അടക്കമുള്ളവരും CC മുകുന്ദനുമായി ചർച്ചകൾ നടത്തിയിരുന്നു. തിങ്കളാഴ്ച ഉച്ചയോടെ തൃശൂരിലെ പാർട്ടി ഓഫീസിലെത്തിയ അദ്ദേഹം BJP അംഗത്വം സ്വീകരിച്ചു. വ്യാപാരി വ്യവസായ ഏകോപന സമിതി ചന്ദ്രാപ്പനി യൂണിറ്റ് ഭദ്രം കുടുംബ സുരക്ഷാ പദ്ധതി പ്രകാരമുള്ള ധനസഹായ വിതരണവും ജനപ്രതിനിധികൾക്ക് സ്വീകരണവും ഇഫ്താർ വിരുന്നും സംഘടിപ്പിച്ചു. യൂണിറ്റ് മെമ്പറായിരുന്ന PD ജോൺസണിന്റെ കുടുംബത്തിനാണ് ഭദ്രം കുടുംബ സുരക്ഷാ പദ്ധതി പ്രകാരമുള്ള 15 ലക്ഷം രൂപയുടെ ചെക്ക് കൈമാറിയത്. ചന്ദ്രാപ്പനി GLP സ്കൂളിൽ നടന്ന ചടങ്ങിൽ വ്യാപാരി വ്യവസായ ഏകോപന സമിതി കയ്പമംഗലം നിയോജക മണ്ഡലം ചെയർമാൻ MR സച്ചിദാനന്ദൻ ചെക്ക് വിതരണം നടത്തി. യൂണിറ്റ് പ്രസിഡന്റ് UU രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപ്, വൈസ് പ്രസിഡന്റ് TK ചന്ദ്രബാബു, പഞ്ചായത്ത് അംഗങ്ങളായ ഗീത മോഹൻദാസ്, സാജിദ അഷ്റഫ്, ഐഷാബി മുഹമ്മദ്, സ്ലസിൻ ദിനേശ്, സുധീഷ് മാഞ്ചാക്കൽ, VV സുവീഷ്, മുഹമ്മദ് നബീൽ, ഉമറുൽ ഫാറൂഖ്, PK ഹംസ, വ്യാപാരി യൂണിറ്റ് സെക്രട്ടറി PS അഖിലേഷ്, വത്സൻ മരത്തേഴത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ചന്ദ്രാപ്പനി വില്ലേജ് പരിധിയിൽ നിന്നും വിജയിച്ച എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളെ ചടങ്ങിൽ ആദരിച്ചു. തുടർന്ന് ഇഫ്താർ വിരുന്നും ഉണ്ടായിരുന്നു. ഈ ചെയർമാൻ നിങ്ങളുടെ മണ്ഡലത്തിലെ ചെയർമാൻ പറഞ്ഞത് കേട്ടപ്പോൾ നിരവധിയായ പ്രവർത്തനങ്ങൾ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയിലൂടെ നടത്തപ്പെടുന്നുണ്ട്. അതെല്ലാം വ്യാപാരികൾക്ക് ഉപകാരപ്രദമായ തരത്തിലുള്ള പദ്ധതികളാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൽ വീഴ്ച വരുത്താതെ ആ പറഞ്ഞ പദ്ധതികൾ എല്ലാം തന്നെ ഇൻഷുറൻസ് മറ്റുള്ള കാര്യങ്ങളെല്ലാം വീഴ്ച വരുത്താതെ നമ്മളെല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി അത് നടപ്പിലാക്കി വരണം. ഹിന്ദു ഐക്യവേദി എടത്തിരുത്തി പഞ്ചായത്ത് സമ്മേളനം നടന്നു. ജില്ലാ വൈസ് പ്രസിഡന്റ് ദാസ് മുളങ്ങിൽ ഉദ്ഘാടനം ചെയ്തു. ഹിന്ദു ഐക്യവേദി കൊടുങ്ങല്ലൂർ താലൂക്ക് പ്രസിഡന്റ് ജ്യോതിബാസ് തേവർക്കാട്ടിൽ അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടറി രാജേഷ് പെരിഞ്ഞനം, താലൂക്ക് ജനറൽ സെക്രട്ടറി നികേഷ് കിഴുപ്പള്ളിക്കര, ജിജിൻ മച്ചിങ്ങൽ, ദിനേശ് അരയമ്പറമ്പിൽ എന്നിവർ സംസാരിച്ചു. കുരുകുഴി 18 മുറി ഹരിത പ്രവാസി കൂട്ടായ്മയും ശിഹാബ് തങ്ങൾ റിലീഫ് സെല്ലും സംയുക്തമായി റമളാൻ റിലീഫ് വിതരണം നടത്തി. മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് PK മുഹമ്മദ് ഉദ്ഘാടനം നിർവഹിച്ചു. ഹരിത പ്രവാസി കൺവീനർ TK ഉബൈദ അധ്യക്ഷനായി. തഖ്വ മസ്ജിദ് ഇമാം മിദ്ലാജ് കമാലി പ്രാർത്ഥന നിർവഹിച്ചു. മുസ്ലിം ലീഗ് കയ്പമംഗലം പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് TK സെയ്തു പെരുന്നാൾ കിറ്റ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KK സക്കരിയ മുഖ്യപ്രഭാഷണം നടത്തി. ഹരിത പ്രവാസി ചെയർമാൻ AM അബ്ദുള്ളകുട്ടി, കൂരുക്കുഴി മഹല്ല സെക്രട്ടറി KK ഹംസ, വൈസ് പ്രസിഡന്റ് ഇക്ബാൽ, വാർഡ് മെമ്പർ മണി ഉല്ലാസ്, കോർഡിനേറ്റർ TM മൻസൂർ, PK ഇക്ബാൽ, TK അലി എന്നിവർ സംസാരിച്ചു. കൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനെ സ്തുതിക്കുന്നു. അതിന് സന്നദ്ധരായ എല്ലാ അംഗങ്ങളെയും പ്രത്യേകം അഭിനന്ദിക്കുകയും അതുപോലെ തന്നെ അവർക്ക് അർഹമായ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമുക്കറിയാം, ഈ ദാനധർമ്മങ്ങൾ അതുപോലെ തന്നെ സദഖകളൊക്കെ ഇസ്ലാമിൽ വലിയ സ്ഥാനമാണുള്ളത്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അല്ലാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ച് ആരെങ്കിലും ഒരു ധാന്യമണി ചെയ്താൽ, ദാനമായി ചെയ്താൽ അത് 7 കൊലകളും 100 മണികളുമുള്ള 7 കൊലകൾ, അത്രയും ഇരട്ടി പ്രതിഫലം ആണ് അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയാണ്. ചന്ദ്രാപ്പനി ഈസ്റ്റ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഇഫ്താർ സംഗമം നടത്തി.
അഹദ കറപ്പം വീട്ടിൽ അധ്യക്ഷനായി. ചന്ദ്രാപിനി ഈസ്റ്റ് ജുമാ മസ്ജിദ് ഖത്തീബ് ജാബിർ സഖാഫി, സെയിന്റ് ആന്റണീസ് പള്ളി വികാരി ഫാദർ ഡോഫിൻ കാട്ടുപറമ്പിൽ, PSM റഫീഖ് എന്നിവർ സന്ദേശം നൽകി. വാർഡ് മെമ്പർ സാജിദ അഷ്റഫ്, PA ഷമീർ, തിലകൻ മാഞ്ചാക്കൽ, രംഗനാഥൻ മാസ്റ്റർ, ഖാലിദ് പേരകത്ത്, സുലൈമാൻ തറയിൽ, ജോയ് ചാലിശ്ശേരി, ഷാരി സന്തോഷ്, VB ഷൈമ, ശൈല ടീച്ചർ, അൻവർ കറപ്പം വീട്ടിൽ, KS സുൽഫിക്കർ, ആൽവിൻ ഐനിക്കൽ, അബ്ദുൾ കയ്യും, അബ്ദുൾ മജീദ്, അരുൺ വർഗീസ്, ഇർഷാദ്, മജു തുടങ്ങിയവർ സംസാരിച്ചു. ചെറുപ്പക്കാർ നല്ല രൂപത്തിൽ ഇതുപോലെയുള്ള പരിപാടികൾ സംഘടിപ്പിച്ചു വരുന്നുണ്ട്. ഈ കാലഘട്ടത്തിൽ ഇത്തരമൊരു കൂട്ടായ്മ എല്ലാ മതത്തിൽ വിശ്വസിക്കുന്നവരും അല്ലാത്തവരുമായ എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇങ്ങനെയൊരു ഇഫ്താർ മീറ്റ് സംഘടിപ്പിച്ചതിൽ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ അവർക്ക് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. കാഞ്ഞാണി ശ്രീ നാരായണ ഗുപ്ത സമാജം വാർഷിക പൊതുയോഗം നടത്തി. കാരമുക്ക് SNGS സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ചേർന്ന യോഗത്തിൽ സമാജം പ്രസിഡന്റ് ബിജു ഒല്ലേക്കാട്ട് അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി ശശിധരൻ മാസ്റ്റർ കൊട്ടേക്കാട്ട്, ട്രഷറർ വേണുഗോപാൽ ചേർത്തേടത്ത്, സെക്രട്ടറി രതീഷ് കൂനത്ത്, വൈസ് പ്രസിഡന്റ് സാജൻ കൂട്ടാല, സ്കൂൾ മാനേജർ പ്രദീപ് മാസ്റ്റർ, ഭരണസമിതി അംഗങ്ങളായ അഡ്വക്കേറ്റ് TR ശിവൻ, സുഗതൻ തൊപ്പിയിൽ, PA ജയപ്രകാശൻ, ജോഷി എരണേഴത്ത്, സുധീർലാൽ കിഴക്കൂട്ട്, വത്സരാജ് കുന്നത്തുള്ളി, സെൻ കല്ലാറ്റ്, ദിലീപ് മൂത്തേടത്ത്, സോണി പൊച്ചേക്കാട്ട് എന്നിവർ സംസാരിച്ചു. 105 വർഷം പഴക്കമുള്ള ഈ ക്ഷേത്രം പുനരുദ്ധാരണം നടത്തുവാനും പുതിയ ഒരു നടപ്പുരയുടെ പണികൾ പൂർത്തീകരിക്കുവാനും ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. മുഴുവനായും നമ്മുടെ ഈ നാട്ടുകാരുടെ സഹായ സഹകരണത്തോടു കൂടിയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. അതിനുവേണ്ടി SNGS ഭരണസമിതിയും സംരക്ഷണ സമിതിയും മാതൃസമിതിയും ക്ഷേത്ര വിദ്യാലയ ഉപസമിതികളും കൂടി ആലോചിച്ച ശേഷം ഒരു നിർമ്മാണ കമ്മിറ്റി രൂപീകരിക്കുകയും അതിൻ്റെ കീഴിലാണ് ഇപ്പോൾ ഈ പ്രവൃത്തികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഉദ്ദേശിച്ചത്ര പൈസ സമാഹരിക്കുവാൻ നമുക്ക് ഇതുവരെ സാധിച്ചില്ല. വടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ജനകീയാസൂത്രണം വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 18-ാം വാർഡിലെ ഫസൽ നഗറിൽ സ്ഥാപിച്ച വാട്ടർ കിയോസ്കിന്റെ ഉദ്ഘാടനം വടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് IN സുധീഷ് നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ഹേമലത പ്രതാപൻ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ ഷെറീന ഷഹീർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ CB സുനിൽകുമാർ, MS സുജിത്ത്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ നൌഫൽ വലിയകത്ത്, V മുരളീധരൻ, ഷെഫീന ഷബീർ അലി, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി IP പീതാംബരൻ എന്നിവർ സംസാരിച്ചു. വടക്കേ കാരമുക്ക് സെയിന്റ് ആന്റണീസ് ഇടവകയിലെ സെയിന്റ് ജോസഫ് കുരിശുപള്ളിയിൽ സമ്പൂർണ്ണ ബൈബിൾ അഖണ്ഡ പാരായണം ആരംഭിച്ചു. ലോകസമാധാനത്തിനായി സെയിന്റ് ജോസഫ് പ്രെയർ ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ബൈബിൾ പാരായണം ഫാദർ ബിനോ ബാബു പാറയ്ക്കൽ ഉദ്ഘാടനം ചെയ്തു. വികാരി ഫാദർ പ്രതീഷ് കലറക്കൽ അധ്യക്ഷത വഹിച്ചു. ഫാദർ ബിനോ ബാബു, ട്രസ്റ്റിമാരായ ജോസഫ് ജോയ്, KJ സെബാസ്റ്റ്യൻ, ലീഡർ ജോസഫ് ചിറയത്ത്, ഹെബ്സിബി മറിയം, കോർഡിനേറ്റർമാരായ മേഗി ചാക്കോ, മഞ്ജു ആന്റണി, ആൽജിൻ ജോസഫ്, KM ആന്റണി, NL ജോയ്സൺ, ആന്റണി ചെറിയത്ത്, ജോജു നെല്ലിശ്ശേരി എന്നിവർ പങ്കെടുത്തു. മാർച്ച് 18 ബുധൻ രാവിലെ ഇടവക വികാരി ഫാദർ പ്രതീഷ് കലറക്കൽ നേതൃത്വം നൽകുന്ന സമാപന ബൈബിൾ പാരായണത്തോടും ദിവ്യബലിയോടും കൂടി വചനവായന സമാപിക്കും. ദൈവത്തിന്റെ ചൈതന്യം വെള്ളത്തിനു മീതെ ചലിച്ചുകൊണ്ടിരുന്നു. ദൈവം അരുളി ചെയ്തു, വെളിച്ചമുണ്ടാകട്ടെ. വെളിച്ചമുണ്ടായി. വെളിച്ചം നല്ലതെന്ന് ദൈവം കണ്ടു. അവിടുന്ന് വെളിച്ചത്തെ ഇരുളിൽ നിന്ന് വേർതിരിച്ച് വെളിച്ചത്തിന് പകലെന്നും ഇരുളിനെ രാത്രിയെന്നും പേരിട്ടു. സന്ധ്യയായി പ്രഭാതമായി 1-ാം ദിവസം ദൈവം വീണ്ടും അരുളി ചെയ്തു, ജലമധ്യത്തിൽ ഒരു വിധാനം ഉണ്ടാകട്ടെ. അത് ജലത്തെ 2ആയി തിരിക്കട്ടെ. ദൈവം വിധാനമുണ്ടാക്കുകയും അതിന് താഴെയുള്ള ജലത്തെ മുകളിലുള്ള ജലത്തിൽ നിന്ന് നടുവിൽക്കര സ്വമതീയ
മദ്രസ പൂർവ്വ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ സമൂഹ നോമ്പുതുറ സംഘടിപ്പിച്ചു. വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് IN സുധീഷ്, തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CM നൌഷാദ്, വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ MS സുജിത്ത്, PR സുഷിൽ, നടുവിൽക്കര മഹല്ല ഹത്തീബ് ബഷീർ മിസ്ബാഹി, മഹല്ല കമ്മിറ്റി പ്രസിഡന്റ് അഷ്റഫ്, സെക്രട്ടറി അബ്ദുസമദ് എന്നിവർ സംസാരിച്ചു. മണലൂർ ഇടതുപക്ഷ സ്ഥാനാർത്ഥി പ്രൊഫസർ രവീന്ദ്രനാഥിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി CPM മണലൂർ ലോക്കൽ കമ്മിറ്റി വിളംബര ജാഥ സംഘടിപ്പിച്ചു. കാഞ്ഞാണി സെന്ററിൽ നടത്തിയ വിളംബര ജാഥ CPM ഏരിയ കമ്മിറ്റി മെമ്പർ KV ഡേവിസ് ഉദ്ഘാടനം ചെയ്തു. KR അഭിരാജ് അധ്യക്ഷനായി. MK സദാനന്ദൻ, VK വേലായുധൻകുട്ടി എന്നിവർ സംസാരിച്ചു. മണലൂർ സെന്റ് ഇഗ്നേഷ്യസ് ദേവാലയത്തിലെ വിശുദ്ധ യൗസേ പിതാവിന്റെ മരണ തിരുനാളിന് കൊടിയേറി. വികാരി ഫാദർ ജോൺ അയ്യങ്കാനയിൽ കാർമ്മികത്വം നിർവഹിച്ചു. കൈക്കാരന്മാരായ CI വർഗീസ്, ജോജോ കൊള്ളന്നൂർ, സിജോൺ ജോസ്, തിരുനാൾ കമ്മിറ്റി കൺവീനർ MR ജോസ് തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. മാർച്ച് 21 ശനിയാഴ്ച വൈകിട്ട് 6 മണിക്ക് ആഘോഷമായ ദിവ്യബലി, ലതീഞ്ഞ്, നൊവേന, തുടർന്ന് തിരുസ്വരൂപം എഴുന്നള്ളിച്ചു വയ്ക്കൽ എന്നിവ നടത്തും. തിരുനാൾ ദിനമായ മാർച്ച് 22 ഞായറാഴ്ച രാവിലെ 6:30 ആഘോഷമായ ദിവ്യബലി, ലതീഞ്ഞ്, നൊവേന എന്നിവ ഉണ്ടാകും. 10 മണിക്ക് നടത്തുന്ന ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാന, തിരുനാൾ സന്ദേശം എന്നിവയ്ക്ക് ഫാദർ സിജോ മുരിങ്ങാത്തേരി കാർമ്മികത്വം വഹിക്കും. രാവിലെ 10 മുതൽ തിരുനാൾ ഊട്ടുനേർച്ചയും ആരംഭിക്കും. തൃപ്പയാർ ബീച്ച് കല്ലയിൽ ശ്രീ രുദ്രമാല ഭഗവതി ക്ഷേത്ര മഹോത്സവം ഭക്തി നിർഭരമായി. മഹാഗണപതി ഹവനം, കലശാഭിഷേകം, കാഴ്ചശീവേലി, ഉച്ചപൂജ, ഉച്ചയ്ക്ക് പ്രസാദ ഊട്ട്, വൈകിട്ട് പകൽപൂരം, ദീപാരാധന, ചുറ്റുവിളക്ക്, നിറമാല, രാത്രി നാടകം, അത്താഴപൂജ, തായമ്പക, ഗുരുതി തർപ്പണം, പുലർച്ചെ എഴുന്നള്ളിപ്പ് എന്നിവ നടന്നു. ക്ഷേത്രം തന്ത്രി ഐനിപ്പുള്ളി സുരേന്ദ്രൻ, മേൽശാന്തി പണിക്കശ്ശേരി സന്തോഷ് എന്നിവർ മുഖ്യ കാർമ്മികരായി. ക്ഷേത്രം പ്രസിഡന്റ് KV ഗോപാലകൃഷ്ണൻ, സെക്രട്ടറി KL ലെനീഷ്, ട്രഷറർ സീന കലേഷ് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തു. ഇടവേള. മലബാർ മേഖലയിൽ ഫർണിച്ചർ നിർമ്മാണ രംഗത്ത് 25 വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി വിലക്കുറവിന്റെയും ഗുണമേന്മയുടെയും പര്യായം തറയിൽ ഫർണിച്ചർ, വാടാനപ്പള്ളി, തൃത്തല്ലൂർ. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് പരിപൂർണതയേകാൻ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാത്ത വിലക്കുറവ് നാടറിഞ്ഞ മഹനീയ സ്ഥാപനം. ഇനി നിങ്ങളുടെ വീടകങ്ങളും പ്രൗഢിയുള്ളതാവട്ടെ. തറയിൽ ഫർണിച്ചർ, വാടാനപ്പള്ളി, തൃത്തല്ലൂർ. കോൺടാക്ട് 9048
999866 9656 559866. പ്രമുഖ സ്വർണ്ണാഭരണ ഹോൾസെയിൽ സ്ഥാപനമായ AJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വാടാനപ്പള്ളിയിലെ ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറി ഷോറൂം ഫെബ്രുവരി 16 തിങ്കളാഴ്ച രാവിലെ 10:30 ഉദ്ഘാടനം ചെയ്യുന്നു. ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഷോപ്പിംഗ് ഫെസ്റ്റിവൽ. പർച്ചേസ് ചെയ്യുന്ന ഏവർക്കും ഉറപ്പായ സമ്മാനങ്ങൾ. 916 ഡയമണ്ട്സ്, സിൽവർ, 18 കാരറ്റ് എന്നിവയുടെ 100,000-ൽ പരം ലൈറ്റ് വെയ്റ്റ് കളക്ഷനുകൾ ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. പണിക്കൂലിയില്ലാതെ ആഭരണങ്ങൾ സ്വന്തമാക്കുവാൻ വിവിധ പദ്ധതികൾ. 5 പവൻ മുതലുള്ള വെഡ്ഡിംഗ് സെറ്റുകൾ. പഴയ സ്വർണത്തിനും പണയത്തിലിരിക്കുന്ന സ്വർണത്തിനും ഉയർന്ന വിലയും ഉടൻ പണവും. ഈ ഉദ്ഘാടനത്തിന് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. സാധാരണക്കാരുടെ സ്വർണ്ണാഭരണ സ്ഥാപനം AJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്, വാടാനപ്പള്ളി ആൻഡ് തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. ഫിനാൻസിൽ നിങ്ങളുടെ സ്വർണ്ണത്തിന് ഇരട്ടി മൂല്യം വരെ ലഭിക്കാവുന്ന അടിപൊളി ഗോൾഡ് ലോൺ സ്കീമുകളുണ്ട്. കൂടാതെ നിക്ഷേപങ്ങൾക്ക് ഏറ്റവും ഉയർന്ന പലിശയും ബിസിനസ്സുകാർക്ക് പെട്ടെന്ന് ലഭിക്കാവുന്ന ചെറുകിട മൈക്രോ ബിസിനസ് ലോണുകളും. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്. 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചിൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ, നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. വാർത്തകൾ തുടരുന്നു. തളിക്കുളം സിറാജുൽ ഹുദ ഹയർ സെക്കൻഡറി മദ്രസയിൽ തളിക്കുളം ഗ്രാമപഞ്ചായത്ത് അംഗം PA ഷിഹാബിന്റെ നേതൃത്വത്തിൽ സമൂഹ നോമ്പുതുറ സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ ജയകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സജിത കുർണി വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. ഇടശ്ശേരി മഹല്ല ഖത്തീബ് അബൂബക്കർ റഷീദ് റഹ്മാനി അനുഗ്രഹ പ്രഭാഷണം നടത്തി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നീന, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സുമന ജോഷി, സ്മിത്ത് എന്നിവർ സംസാരിച്ചു. നമ്മളെല്ലാവരും ഒന്നാണ്. ഒരിക്കലും നമ്മൾ ആ തെറ്റായ രീതിയിലുള്ള കണ്ണുകളോടെ
അവരെ കാണാതെ നല്ല രീതിയിൽ എല്ലാവർക്കും ഏത് രാഷ്ട്രീയ കക്ഷികളാണെങ്കിലും അവരെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് ഏത് മതസ്ഥരാണെങ്കിലും അവരെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാൻ സാധിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പ്രത്യേകിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം, ജാതിയുടെയും മതത്തിൻ്റെയും രാഷ്ട്രീയത്തിനും അതീതമായി എല്ലാവരുടെയും മനസ്സൊന്നാണ്, എല്ലാ മതസ്ഥരും ഒന്നാണ് എന്ന് കണ്ടുകൊണ്ട് അത്തരത്തിൽ ഒരുമിച്ച് കൂടുന്ന ഒരു സംഗമമാണ് ഇഫ്താർ സംഗമമായി ഇവിടെ നമ്മൾ കൂടുന്നത്. ഇത് തന്നെയായിരിക്കണം വരാനിരിക്കുന്ന വിഷുവിനും, ഇത് തന്നെയായിരിക്കണം വരാനിരിക്കുന്ന ഓണത്തിനും, ഇത് തന്നെയായിരിക്കണം വരാനിരിക്കുന്ന ക്രിസ്തുമസിനും എന്ന് ഞാൻ പറയാം. കാരണം നമ്മൾ ഈ ഒരു മതത്തിന്റെ മാത്രം ഒരു കൂട്ടായ്മയായിട്ട് വളരാൻ പാടില്ല. പ്രശ്നമാണ് നമുക്കെല്ലാവരും ക്രിസ്തുമസിനൊരു സ്റ്റാർ നമ്മുടെ വീട്ടിൽ നോക്കിയാൽ കണ്ടില്ലേ, മുസ്ലിംസിന്റെ വീട്ടിൽ സ്റ്റാർ നോക്കിയിരിക്കണേ, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. ഒരു പുൽക്കളം ഇട്ട് കഴിഞ്ഞാൽ ആ പുൽക്കളം എല്ലാവരുടെയും തന്നെ നമ്മുടെ കേരളത്തിന്റെ, ഈ കൊച്ചു കേരളത്തിന്റെ ഏറ്റവും വലിയ സാഹോദര്യത്തിന്റെയും കൂട്ടായ്മയുടെയും ഒരു എന്താ പറയാ കാതലായി അതിനെ കാണണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. നാട്ടികയിലെ മത്സ്യവ്യാപാരി PM നൂറുദ്ദീൻ വർഷങ്ങളായി നടത്തിവരുന്ന റമദാൻ അരി വിതരണം നടന്നു. നാട്ടിക PMN ഫിഷ് സെന്ററിൽ നടന്ന അരി വിതരണം നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. വിനു ഉദ്ഘാടനം നിർവഹിച്ചു. വാർഡ് മെമ്പർ TC ഉണ്ണികൃഷ്ണൻ, വിജയരാഘവൻ തട്ടുപറമ്പിൽ, നൂറുദ്ദീൻ, ഇബ്രാഹിം എന്നിവർ സംസാരിച്ചു. 1200-ലേറെ പേർക്ക് അരി വിതരണം ചെയ്തു. ഈ കാലങ്ങളിൽ ചൂടുകാലത്ത് നോമ്പെടുത്ത് നോമ്പെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ റംസാൻ മാസം ഉദ്ദേശിക്കുന്നത് തന്നെ സാഹോദര്യത്തിൻ്റെയും ക്ഷമയുടെയും ഒക്കെ എല്ലാ അറ്റവും വരെ എത്തുന്നൊരു മാസമാണ് ഈ പുണ്യ റംസാൻ മാസം. അതിൽ ഇത്രയും വർഷങ്ങളായിട്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളായി നമ്മുടെ നാട്ടികയിലുള്ള ഈ മീൻതട്ടിൻ്റെ ഉടമ നൂറുദ്ദീൻ ഇവിടെയുള്ള നാട്ടിക പരിസരത്തുള്ളവർക്ക് അരി വിതരണം ചെയ്യുന്നു. മറ്റുള്ളവരുടെ വേദന കണ്ടറിഞ്ഞുകൊണ്ട് അവർക്ക് സഹായം ചെയ്യുന്നത് തന്നെയാണ് ഏറ്റവും വലിയൊരു പുണ്യം. തളികുളം കാരുണ്യ സേവാ ട്രസ്റ്റിന്റെ 10ാം വർഷ റംസാൻ റിലീഫ് കിറ്റ് വിതരണവും ചികിത്സാ സഹായ വിതരണവും നടത്തി. ഏങ്ങണ്ടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സേവ്യർ ഉദ്ഘാടനം ചെയ്തു. ട്രസ്റ്റ് ചെയർമാൻ AK ബാബുരാജ് അധ്യക്ഷനായി. ചടങ്ങിൽ തളികുളം 15ാം വാർഡ് മെമ്പർ സുമന ജോഷി, ട്രസ്റ്റ് അംഗങ്ങളായ സജിത്ത്, ദേവൻ, യദുകൃഷ്ണൻ, ഹിരൺ, അലൻ, ബാബു, ബിജു എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ നിരവധി കുടുംബങ്ങൾക്ക് കിറ്റ് വിതരണം നടത്തി. കേരളത്തിലെ ഏറ്റവും മികച്ച 2ാമത്തെ തയ്യൽ തൊഴിലാളിക്കുള്ള 2024-ലെ കേരള സർക്കാരിന്റെ പുരസ്കാരത്തിന് ബെന്നി കണ്ടശാങ്കടവ് അർഹനായി. താലൂക്ക്, ജില്ലാ, റീജിയണൽ, സംസ്ഥാന തലങ്ങളിൽ പങ്കെടുത്തവരിൽ നിന്ന് വിവിധ മാനദണ്ഡങ്ങൾ പ്രകാരമുള്ള പരിശോധനയും അഭിമുഖവും വിലയിരുത്തലും നടത്തിയാണ് സംസ്ഥാന തൊഴിൽ വകുപ്പ് ജേതാക്കളെ പ്രഖ്യാപിച്ചത്. കൈമറ മേഖല മുസ്ലിം ലീഗ് കമ്മിറ്റി റംസാൻ റിലീഫ് സംഘടിപ്പിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് KA ഹാറുൽ റഷീദ് ഉദ്ഘാടനം ചെയ്തു. വലപ്പാട് പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് NK മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു. വനിതാ ലീഗ് വൈസ് പ്രസിഡന്റ് OS നഫീസ, തളിക്കുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KS റഹ്മത്തുള്ള, നാട്ടിക ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KA ഷൗക്കത്ത്, വലപ്പാട് പഞ്ചായത്ത് മെമ്പർ നസീമ ബഷീർ, ഗുരുവായൂർ തഹസീൽദാർ PN സുരേഷ് എന്നിവരെ പൊന്നാട നൽകി ആദരിച്ചു. സുലൈമാൻ മൗലവി, EM കബീർ, നൌഷാദ് PA, അബ്ദുൽ കരീം PI, അസീസ് വലപ്പാട്, സലീം അറക്കൽ, കാദർകുട്ടി, PK അഷ്റഫ് പള്ളിപ്പറമ്പിൽ എന്നിവർ സംസാരിച്ചു. നമ്മൾ പ്രയാസപ്പെടുന്ന, പ്രത്യേകിച്ച് നമ്മൾ ദുആ ചെയ്യേണ്ടുന്ന പ്രത്യേക സാഹചര്യമാണ് ഇന്ന് നമ്മുടെ നാട്ടിലുള്ളത്. യുദ്ധം ആ രീതിയിലുള്ള ഒരു ഭീതിയിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഗ്യാസ് തന്നെ കിട്ടാനില്ല, വീടുകളിൽ ആ ഗ്യാസ് കിട്ടാതെ വന്നപ്പോൾ ഇപ്പോൾ ചില ആളുകൾ പിന്നെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ട്രോളായിട്ട് ഓരോരുത്തരുന്നുണ്ട്. നമ്മുടെ ഈ വരുന്ന ഞായറാഴ്ച വീടുകളിൽ പിന്നെ എങ്ങനെ മറ്റേ വിറകടുപ്പ് കത്തിക്കാൻ കഴിയുമെന്ന് പെണ്ണുങ്ങൾക്ക് എല്ലാവർക്കും പിന്നെ ഒരു ക്ലാസ് കൊടുക്കാൻ പോവാണ് എന്നൊക്കെ മറ്റു ട്രോൾ ചെയ്യുന്നുണ്ട്. വാസ്തവത്തിൽ പറഞ്ഞാൽ നമ്മൾ പറമ്പിലെ കൊഴിഞ്ഞിൽ പറക്കുന്നത് അല്ലെങ്കിൽ മണൽ പറക്കുന്നത് ഒക്കെ വീണ്ടും പഠിക്കേണ്ടുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് രാജ്യം പോകുന്നത്. എന്നാൽ ഇന്നത്തെ യുദ്ധം കൊണ്ട് അത് മാത്രമല്ല ഉണ്ടാകാൻ പോകുന്നത്. പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, നമ്മുടെ ഭക്ഷണ സാധനങ്ങൾ എല്ലാം വിഷമമാകാവുന്ന ഒരു സാഹചര്യം. അതിന് പ്രാർത്ഥനയല്ലാതെ മറ്റൊരു മാർഗവും ഇതിൽ കാണുക. സർവശക്തനായ ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കുക, സർവശക്തനായ അല്ലാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കുക.
ചന്ദ്രാപ്പനി കണ്ണമ്പള്ളിപ്പുറം ശ്രീനാരായണ വായനശാലയിൽ വിജ്ഞാന സദസ്സും ഗ്രന്ഥശേഖരം ഏറ്റുവാങ്ങലും നടത്തി. ഡോക്ടർ NR ഗ്രാമപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് ലൈബ്രറി കൗൺസിൽ അംഗം സിനി കിഷോർ അധ്യക്ഷത വഹിച്ചു. വായനശാലയിലേക്കുള്ള 250ഓളം പുസ്തകങ്ങൾ ഉണ്ണികൃഷ്ണൻ തഷ്നാത്ത് കൈമാറി. താലൂക്ക് ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം KA കൊച്ചുമോൻ, എഴുത്തുകാരി MU ഗിരിജ, ലൈബ്രറി നേതൃസമിതി കൺവീനർ PA ഷമീർ, ശ്രീനാരായണ ഗുരു സ്മാരക സമാജം സെക്രട്ടറി KR ഷാജി, വായനശാല പ്രസിഡന്റ് TN അജയകുമാർ, സെക്രട്ടറി MM പ്രതാപൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇപ്പോൾ അദ്വൈതാശ്രമം അല്ലെങ്കിൽ ശിവഗിരി അല്ലെങ്കിൽ അരുവിപ്പുറം പ്രതിഷ്ഠ, അപ്പോൾ അരുവിപ്പുറം പ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ ഏത് വർഷമാണ്, ഏത് ദിവസമാണ്, ഇത്തരത്തിൽ ഒരു റെഫറൻസ് ഗ്രന്ഥം പോലെ ഉള്ളൊരു പുസ്തകമാണ് ഇപ്പോൾ ഗുരുവിജ്ഞാനീയം എന്ന് പറഞ്ഞ് മാതൃഭൂമി പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അതിവിടെ കിട്ടിയതെന്ന് എനിക്കറിയില്ല. 360 രൂപയാണ്. നിങ്ങൾ അവർക്ക് വിളിച്ചു കഴിഞ്ഞാൽ അവർ തന്നെ അയച്ചു തരും. 310 രൂപയ്ക്ക് അയച്ചു തരും. ഈ ഗുരുവിനെ കുറിച്ചുള്ള അന്വേഷണങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം ഇപ്പോൾ ഇവിടെ പുസ്തകങ്ങളെ കുറിച്ച് പറഞ്ഞു. ഗുരുവിനെ കുറിച്ച് മാത്രം, ഗുരുവിൻ്റെ കൃതികൾ മാത്രമായിട്ടല്ല, ഗുരുവിനെ കുറിച്ചുള്ള കൃതികളും ഗുരു എഴുതിയ കൃതികൾക്ക് പല പല വ്യാഖ്യാനങ്ങൾ വന്നതും. വനിതാ ലീഗ് കയ്പമംഗലം പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ റമളാൻ റിലീഫ് വിതരണവും ജനപ്രതിനിധികൾക്ക് ആദരവും സംഘടിപ്പിച്ചു. 3 പീടിക ലീഗ് ഹൗസിൽ നടന്ന ചടങ്ങിൽ വനിതാ ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് OS നഫീസ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് അഷിത സാജുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. യൂത്ത് ലീഗ് ജില്ലാ ട്രഷറർ KK സക്കരിയ മുഖ്യാതിഥിയായി. മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സെയ്ദു മുഹമ്മദ്, വനിതാ ലീഗ് മണ്ഡലം പ്രസിഡന്റ് നസീമ നൌഫൽ, പഞ്ചായത്ത് അംഗങ്ങളായ PM സൈനുദ്ദീൻ, നഹിദ സലീം, നസീമ മൊയ്തീൻ, മുസ്ലിം ലീഗ് പഞ്ചായത്ത് സെക്രട്ടറി MA അബ്ദുൾ സക്കീർ, ഹസീന ഷാജഹാൻ, റസിയ നാസർ, സൽമ മാഹിൻ, ഇസ്ഹാഖ് പുഴങ്കരയില്ലത്ത്, വാഹിദ റാഫി, TK ഉബൈദു തുടങ്ങിയവർ സംസാരിച്ചു. എല്ലാ കാര്യങ്ങളും നേടിയെടുക്കേണ്ടുന്ന ഒരവസ്ഥയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ? പണ്ട് ഇറാഖ് യുദ്ധം ഉണ്ടായ സമയത്ത് അറിയാലോ, ഒരു വിവരവും അറിയാൻ ആർക്കും സാധ്യമല്ലാത്തൊരു കാലഘട്ടമായിരുന്നു. ഫോണില്ല, ബാക്കിയുള്ള യാതൊരു ആശയവിനിമയം ഒന്നുമില്ല. മാസങ്ങളോളം കഴിഞ്ഞിട്ടാണ് ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്നൊക്കെ അറിയുന്നത് തന്നെ. ഇന്ന് നമുക്കറിയാം, ഇന്ന് യുദ്ധം നടക്കുന്നുണ്ട്. പലരും പ്രാർത്ഥനയോടെ ഇരിക്കുക. നമ്മുടെ പല സഹോദരങ്ങളും സഹോദരിമാരും ഒക്കെ ഗൾഫിലാണ്. യുദ്ധം വളരെ ഭീതിജനകമാണെങ്കിൽ കൂടിയും ഇവിടെയുള്ളവരെ കൂടി സമാധാനം കെടുത്തുന്ന രീതി. അന്തിക്കാട് കോൾപ്പടവ് പാടശേഖര കമ്മിറ്റി കൊയ്ത്തുത്സവം അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CK കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു. പാടശേഖര സെക്രട്ടറി V ശരത്ത് അധ്യക്ഷത വഹിച്ചു. പാടശേഖര കമ്മിറ്റി അംഗങ്ങളായ AV ശ്രീവത്സൻ, TJ സെബിൻ, EG ഗോപാലകൃഷ്ണൻ, ആലംതാഴം ക്ഷേത്രം മേൽശാന്തി നന്ദൻ പഴങ്ങാപ്പറമ്പിൽ എന്നിവർ നേതൃത്വം നൽകി. വിളവെടുപ്പുകൾ ഉത്സവമായി മാറുന്നത് ആ വിളവെടുപ്പ് അതിൻ്റെ കാര്യക്ഷമതയിൽ എത്തുമ്പോഴാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്രാവശ്യത്തെ വിളവ് എല്ലാവർക്കും സന്തോഷകരമായിട്ടുള്ള ഒന്നായി മാറും എന്നുള്ളതാണ്. മുൻപൊക്കെ നമുക്ക് പലപ്പോഴും കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെയും മറ്റും പ്രശ്നങ്ങളിൽ കൃഷിനാശം സംഭവിക്കുകയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്രാവശ്യം എല്ലാ കർഷകരോടും അഭിപ്രായം ആരാഞ്ഞ് നല്ല രീതിയിലുള്ള വിളവ് കിട്ടാനാണ് സാധ്യത. തീർച്ചയായിട്ടും അത് സന്തോഷപ്രദമാണ്. ഈ വിളവെടുപ്പ് നാട്ടിലാകെ മറ്റുത്സവങ്ങൾ നടക്കുന്ന കൂട്ടത്തിൽ വിളവെടുപ്പിൻ്റെ ഒരു ഉത്സവമായിട്ട് ഇത് മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തളിക്കുളം കൊപ്രക്കളത്ത് കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്ക്. തളിക്കുളം കൊപ്രക്കളത്ത് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2:30 അപകടമുണ്ടായത്. തളിക്കുളം സ്വദേശികളായ പുതിയ വീട്ടിൽ യൂസഫ്, വേളേക്കാട്ട് മനോജ് എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ നാട്ടിക സ്ക്വാഡ് 75 ആംബുലൻസ്, തളിക്കുളം മെക്സിക്കൻ ആംബുലൻസ് എന്നിവർ ചേർന്ന് തൃശൂർ അശ്വിനി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നാട്ടിക MLA CC മുകുന്ദൻ BJP അംഗത്വം സ്വീകരിച്ചു. നാട്ടികയിൽ നിന്ന് മത്സരിക്കും. ഹിന്ദു ഐക്യവേദി എടത്തിരുത്തി പഞ്ചായത്ത് സമ്മേളനം നടന്നു. മണലൂർ സെന്റ് ഇഗ്നേഷ്യസ് ദേവാലയത്തിലെ വിശുദ്ധ യൗസേപ്പിതാവിന്റെ മരണ തിരുനാളിന് കൊടിയേറി.
ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.